is about modulus of a complex number. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ പറ്റി ബേസിക്സ് ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, കോൺജുഗേറ്റ്, അങ്ങനെ ഇനി അടുത്തതായിട്ടുള്ള ടോപ്പിക്കാണ് മോഡുലസ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് നമ്മൾ എങ്ങനെ കാണുന്നു? സാധാരണ ഒരു റിയൽ നമ്പറിന്റെ മോഡുലസ് കാണാൻ നമുക്കറിയാം. മോഡൽ ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവ് നമ്പർ വരും. അപ്പൊ അതുപോലെ അല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. അപ്പൊ മോഡുലസ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ എന്നും പറയും. The modulus or absolute value of a complex number z equal to x plus iy is defined as the non-negative real number root x square plus y square and is denoted by mod z. That is mod z equal to root of x square plus y square. എന്ന് വെച്ചാൽ റിയൽ പാർട്ടിന്റെ സ്ക്വയറും ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയറും കണ്ടിട്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോഡുലസ് വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കോംപ്ലക്സ് നമ്പർ എടുക്കുക, അതിന്റെ മോഡുലസ് ഒന്ന് കണ്ടുനോക്കാം. സെഡ് എന്ന് പറയുന്നത് 2 - 3i ആണ്. അപ്പൊ ഇതിന്റെ മോഡുലസ് എന്ത് വരും? മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, -3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, 9 + 4 13. അപ്പൊ മോഡ് സെഡ് എന്ന് പറയുന്നത് റൂട്ട് 13 ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാം. ഇനി ഒരു റിമാർക്കാണ്, പിന്നെ അടുത്തതായിട്ടൊരു റിമാർക്കാണ്. ഫോർ എനി കോംപ്ലക്സ് നമ്പർ സെറ്റ് x plus z equal to x plus iy, z conjugate equal to x minus iy, and hence z into z conjugate എന്ന് പറയുന്നത് എന്തായിരിക്കും? x square plus y square ആയിരിക്കും. അപ്പൊ z into z conjugate നമുക്ക് ചെയ്ത് നോക്കുക, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് x square plus y square ആയിരിക്കും. അപ്പൊ നമുക്ക് മോഡ് സെഡിനെ നമുക്ക് ഈ z into z conjugateന്റെ ഫോമിൽ എഴുതാം, അല്ലെ? ഇതിന്റെ റൂട്ട് ആണല്ലോ മോഡ് സെഡ്. അപ്പൊ നമുക്ക് മോഡ് സെഡിനെ എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് z into z കോൺജുഗേറ്റ് എന്ന് എഴുതാം. അപ്പൊ അത് നമുക്കിപ്പോ സെഡ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ സെഡ് കോൺജുഗേറ്റും കണ്ടുപിടിച്ച് അങ്ങനെയും നമുക്ക് മോഡുലസ് വാല്യൂ കണ്ടുപിടിക്കാം, അല്ലെ? അപ്പൊ ഇനി അടുത്ത റിമാർക്ക് ഇതാണ്. Geometrically the number mod z is the distance between the point z equal to x, y and the origin. അപ്പോൾ ഈ x, y എന്ന് പറഞ്ഞ ആ പോയിന്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് സെഡ്. അപ്പൊ അതാണ്, അങ്ങനെയാണ് നമ്മുടെ ഈ മോഡുലസ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് പോയിന്റ്സ് Z1 Z2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? മോഡ് Z1 - Z2 ചെയ്താൽ മതി. അതും കൂടെ നോക്കാം. കോൺസിക്വന്റ്ലി മോഡ് Z1 - Z2 ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് Z1 ആൻഡ് Z2. അപ്പൊ Z1 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ x1 y1 എടുക്കുക, Z2 എന്ന് പറഞ്ഞ പോയിന്റ് x2 y2 എടുക്കാം. എന്ന് വെച്ചാൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഇഫ് Z1 ഈക്വൽ ടു x1 + iy1 അല്ലെങ്കിൽ x1, y1 എന്ന് പറഞ്ഞ പോയിന്റ്, ആൻഡ് Z2 ഈക്വൽ ടു x2 + iy2 അല്ലെങ്കിൽ x2, y2 എന്ന് പറഞ്ഞ പോയിന്റ്, ദെൻ മോഡ് Z1 - Z2 എന്ന് പറയുന്നതായിരിക്കും റൂട്ട് ഓഫ് x1 - x2 സ്ക്വയർ പ്ലസ് y1 - y2 സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെയാ നമുക്കൊന്ന് കാണാം, ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് ചെയ്തു നോക്കാം. Z1 ഉം Z2 ഒക്കെ തന്നിട്ടുണ്ട് പോയിന്റ്സ്. അപ്പൊ Z1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? Z1 ഈക്വൽ ടു x1 y1 ആണ്. Z2 എന്ന് പറയുന്നത് x2 y2 ആണ്, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് മോഡ് Z1 - Z2 എന്ന് പറയുമ്പോൾ എന്ത് വരും? Z1 - Z2. Z1 എന്ന് പറഞ്ഞാല്
x1 പ്ലസ് iy1 മൈനസ് x2 പ്ലസ് iy2 എന്ന് എഴുതാം അല്ലേ. ഇതിന്റെ റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയായിരുന്നു നമ്മൾ ഡിഫറൻസ് കണ്ടിരുന്നത്. x1 മൈനസ് x2 പ്ലസ് ഇമാജിനറി പാർട്ട് ഉള്ളത് ഒരുമിച്ച് എടുക്കുക, i ഇൻറ്റു y1 മൈനസ് y2. അതാണ് ഇതിന്റെ ഡിഫറൻസ് അല്ലെ. അപ്പൊ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൂട്ട് ഓഫ് അതിന്റെ റിയൽ പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ടിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 മൈനസ് x2 ആണ്, അതിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ y1 മൈനസ് y2 ഓൾ സ്ക്വയർ. അപ്പൊ അത് ആൻസർ ആയല്ലോ. അപ്പോ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡ് z1 മൈനസ് z2 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോഡുലസിനെ പറ്റി അറിയാനുള്ളത്. ഇനി കുറച്ച് ചെറിയ പ്രോപ്പർട്ടികളും കൂടെ ഉണ്ട്, 2-3 പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട്, അതും കൂടെ നോക്കാം നമുക്ക്. അടുത്ത റിമാർക്കാണ്, the statement mod z1 greater than mod z2 means that the point z1 is farther from the origin than the point z2. എന്ന് വെച്ചാല് z1 എന്ന് പറഞ്ഞ പോയിന്റ് z2 എന്ന് പറഞ്ഞ പോയിന്റിനേക്കാളും ഒറിജിനിൽ നിന്ന് ദൂരെയാണെന്ന്. അപ്പൊ z1 ആണ് ഒറിജിനിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള പോയിന്റ്. ഇതിന്റെ മീനിങ് അതാണ്. അപ്പൊ നമുക്ക് z1 z2 എന്ന് പറഞ്ഞ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ z1 ഗ്രേറ്റർ ദാൻ z2 എന്നോ അതുപോലെ z1 ലെസ് ദാൻ z2 എന്നോ ഒന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം അത് റിയൽ നമ്പർ അല്ല, നമുക്ക് അതിനെ അങ്ങനെ എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ z1 ഗ്രേറ്റ് ഇങ്ങനെ എഴുതേണ്ടത്, ഇങ്ങനെ എഴുതാം. നമുക്ക് മോഡുലസ് വാല്യൂ വലുത് ചെറുതെന്നൊക്കെ എഴുതാം. അല്ലാതെ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിനെ വലുത് ചെറുതെന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത് റിമാർക്ക് 3. ഇപ്പൊ ഓരോ കോംപ്ലക്സ് നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. അസോസിയേറ്റഡ് വിത്ത് ഈച്ച് കോംപ്ലക്സ് നമ്പർ സെറ്റ് there are 3 റിയൽ നമ്പേഴ്സ്, റിയൽ സെറ്റ്, ഇമാജിനറി സെറ്റ് ആൻഡ് മോഡ് സെറ്റ്. അപ്പൊ ഈ 3 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഓരോ കോംപ്ലക്സ് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3 റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. റിയൽ വാല്യൂ ഓഫ് സെഡ്, ഇമാജിനറി വാല്യൂ ഓഫ് സെഡ് ആൻഡ് മോഡ് സെഡ്. അപ്പൊ 3ഉം റിലേറ്റഡ് ആണ്. ഒരു ഇക്വേഷൻ വെച്ചിട്ട് 3ഉം റിലേറ്റഡ് ആണ്. അപ്പൊ ആ ഇക്വേഷൻ നമുക്കറിയാം. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് x² പ്ലസ് y² ആണ്. ആ x എന്ന് പറയുന്നത് റിയൽ സെഡ് ആണ്, y എന്ന് പറയുന്നത് ഇമാജിനറി സെഡ് ആണ്. അപ്പൊ മോഡ് z² നമുക്ക് എങ്ങനെ എഴുതാം? റിയൽ z² പ്ലസ് ഇമാജിനറി z². പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷനും കൂടെയുണ്ട്. നമുക്ക് മോഡ് z² ഇങ്ങനെ എഴുതാമെങ്കിൽ മോഡ് സെഡ് എന്ന് പറയുന്നത് എപ്പോഴും മോഡ് റിയൽ സെഡിനേക്കാളും വലുതായിരിക്കും. മോഡ് റിയൽ സെഡ് എന്ന് പറയുന്നത് റിയൽ സെഡിനേക്കാളും വലുതായിരിക്കാം. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇതുപോലെ ആയിരിക്കാം, ചിലപ്പോൾ ഈക്വലും ആയിരിക്കാം. അതുപോലെ മോഡ് സെഡ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇമാജിനറി സെഡ് ആയിരിക്കും. അതുപോലെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇമാജിനറി സെഡ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോഡ് സെഡിനെ പറ്റി ജസ്റ്റ് പറയാനുള്ളത്. ഇനി നമുക്ക് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ കോൺജുഗേറ്റിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പഠിച്ച പോലെ മോഡുലസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് പ്രോപ്പർട്ടീസ് എന്താന്ന് നോക്കാം. അതിന്റെ പ്രൂഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലെ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പൊ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ മോഡുലസിന്റെ പ്രോപ്പർട്ടികളാണ് നോക്കുന്നത്. ഇഫ് z1 ആൻഡ് z2 ആർ എനി 2 കോംപ്ലക്സ് നമ്പേഴ്സ് ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. z1 കോൺജുഗേറ്റിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡ് z1 തന്നെയായിരിക്കും. z1 കോൺജുഗേറ്റിന്റെ മോഡുലസും z1ന്റെ മോഡുലസും സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഡ് z1 z2 എന്ന് പറയുന്നത് മോഡ് z1 ഇൻറ്റു മോഡ് z2 ആയിരിക്കും. അതുപോലെ മോഡ് z1 ബൈ z2 എന്ന് പറയുന്നത് മോഡ് z1 ഡിവൈഡഡ് ബൈ മോഡ് z2 ആയിരിക്കും. ഇനി നമുക്ക് ഇതിന് ഒരു ഇക്വേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല, ഒരു ഇനീക്വാളിറ്റി ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അത് ഓരോ
കോംപ്ലക്സ് നമ്പറിന് നമ്മൾ വാല്യൂസ് കാണണം, അല്ലാതെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അതിനൊരു കണ്ടീഷനേ ഉള്ളൂ, ഒരു ഇനീക്വാളിറ്റിയേ ഉള്ളൂ. അപ്പൊ അത് ഇതാണ്, മോഡ് Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 ആയിരിക്കും. അത് ഈക്വൽ ആവണം നിർബന്ധമല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും, എപ്പോഴും ഈക്വൽ ആവാം. അതുപോലെ അതിന്റെ ഒരു അപ്പർ ബൗണ്ടും പറയുന്നുണ്ട്, മോഡ് Z1 പ്ലസ് Z2 എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മൈനസ് Z2 ആയിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ എഴുതാം, മോഡ് Z1 മൈനസ് മോഡ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2, അങ്ങനെ എഴുതാം. അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്, മോഡ് Z1 മൈനസ് Z2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് മോഡ് Z1 മൈനസ് മോഡ് Z2. അപ്പൊ ഇവിടെ രണ്ട് മോഡുലസ് ഉണ്ട്, അത് വിട്ടുപോകരുത്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് വെച്ച് നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലാസ്റ്റ് മൂന്നെണ്ണം നമുക്ക് ഒത്തിരി അറിയില്ലാത്ത ഇനീക്വാലിറ്റീസ് ആണ്. ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടുപിടിക്കാം. ഈ ഇനീക്വാലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നമുക്ക് പറ്റുന്ന ഇതൊക്കെ പ്രൂഫ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് പ്രൂഫ് ഡെഫിനേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. Z1 ആയിട്ട് ഒരു നമ്പർ എടുക്കുക, x1 പ്ലസ് iy1 എടുക്കുക, Z2 ആയിട്ട് x2 പ്ലസ് iy2 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്ന് കണ്ടുപിടിക്കുക, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പൊ നമ്മൾ പറ്റുന്ന അത്രയും ചെയ്തു നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് പ്രൂഫ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ സ്വന്തമായിട്ട് കിട്ടുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക.